ഡോക്ടർ ബി ജയരാജ്, എന്തായാലും സർക്കാർ ഒരു നിലപാടുമായിട്ട് വന്നു. മുനമ്പം ജനതയ്ക്കൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഹൈക്കോടതി അത് റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുമെന്നാണ് ഇന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞത്. ശരി, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ ഇവിടെ ഒരു പൊതുവായുള്ള ഒരു വിലയിരുത്തൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കേന്ദ്ര നിയമത്തിലെ ആ ഭേദഗതി വരികയാണ്. അത് വന്നു കഴിഞ്ഞാൽ മുനമ്പം ജനതയ്ക്ക് ആശ്വാസമാകുമെന്നാണ്. ഇന്ന് മുനമ്പത്ത് സമരം ചെയ്യുന്നവർ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട്. അവിടെ അവർക്ക് ഇക്കാര്യത്തിലൊരു ഏകാഭിപ്രായമാണ് ഉള്ളത്. അതായത് ഇനി ഒരു രക്ഷ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, കേന്ദ്ര ഭേദഗതി വരിക എന്നുള്ളതാണെന്ന്. അതല്ലാതെ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ഉണ്ടെങ്കിൽ പറയൂ, എന്ത് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയും? സംസ്ഥാന സർക്കാരിന് ചെയ്യുന്നതിനേക്കാളും പുറമെ ഇതൊരു കേന്ദ്ര നിയമം വരികയാണെങ്കിൽ ഗ്രേറ്റർ കോമൺ ഗുഡ്സ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഈ 600 പേർക്കുണ്ടാകുന്ന നേട്ടത്തിനേക്കാൾ കൂടുതൽ 6 ലക്ഷം പേർക്കോ അല്ലെങ്കിൽ 6 കോടിയധികം ആളുകൾക്കോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ നിയമം കൊണ്ട് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത്, ഇന്നത്തെ വിധി പറഞ്ഞതിനകത്ത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. ഇത് സർക്കാർ യാന്ത്രികമായി പ്രവർത്തിച്ചു. രണ്ടാമത്തെ സ്ഥാനം, ഇത് ലാൻഡ് ഓണർഷിപ്പ് ഒരു പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം സൂചിപ്പിച്ചില്ല. പബ്ലിക് പ്രൊട്ടസ്റ്റുകളൊന്നും ഓർഡറിനകത്ത് എടുത്തു കാണിച്ചില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഈ പബ്ലിക് പ്രൊട്ടസ്റ്റുകൾ സാധാരണഗതിയിൽ ഹൈക്കോടതി ജഡ്ജിമാർ ജുഡീഷ്യൽ ആക്ടിവിസത്തിനെ കുറിച്ചൊക്കെ എല്ലാ ബഹുമാനത്തോടു കൂടിയും പറയട്ടെ, വിധി ഞാൻ മാനിക്കുന്നു, കോടതിയെ ഞാൻ മാനിക്കുന്നു. അതിനോടൊപ്പം തന്നെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് സ്വന്തമായിട്ട് ആക്ഷൻ എടുക്കുന്ന ജുഡീഷ്യൽ ആക്ടിവിസം ഉള്ള കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയധികം പബ്ലിക് പ്രൊട്ടസ്റ്റ് നടന്നിട്ട് അത് കണ്ടില്ല എന്ന് നടിച്ചൊരു വിധി പറയാനായിട്ട് എങ്ങനെ സാധിച്ചു എന്നുള്ളത് നമ്മളെ കൂടി പലപ്പോഴും സംശയാലുക്കളാക്കുന്ന രീതിയിലുള്ളൊരു വിധിയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. എന്തായാലും ഈ സർവേ നമ്പർ 18/1 പഴയ വടക്കേക്കര വില്ലേജിന്റെ ഭാഗമായിട്ടുള്ള ഈ മുനമ്പം പ്രോപ്പർട്ടിയിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളല്ല, സമസ്യകളല്ല ഇതുള്ളത്. 1950 സിദ്ദിഖ് സേട്ട് ഇവർക്ക് കൊടുക്കുന്നത്, ആർക്ക്, നമ്മുടെ വഖഫിന് ഇത് കൊടുക്കുന്ന, വഖഫ് സിദ്ദിഖ് സേട്ടിന് കൊടുക്കുന്ന, സിദ്ദിഖ് സേട്ട് വഖഫിന് കൊടുക്കുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ആണ് കൊടുത്തത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഫറൂഖ് കോളേജിന് കൈമാറുന്നത്. എന്നാൽ ഫറൂഖ് കോളേജുകാർ എന്ത് ചെയ്തു? എഡ്യൂക്കേഷണൽ പർപ്പസിന് ഉപയോഗിക്കാതെ ഇത് പല വ്യക്തികളുടെ നിന്നും പണം വാങ്ങിയതിനു ശേഷം അവർക്ക് ലാൻഡ് ഓണർഷിപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അത് നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ഈ വഖഫിന്റെ ആള് തന്നെ, വഖഫിന്റെ ആളാണെന്ന് തോന്നുന്നു, വഖഫിന് വേണ്ടി കോടതിയിൽ പോയ ആളാണെന്ന് തോന്നുന്നു. ഞാൻ ചർച്ചയുടെ തുടക്കം കണ്ടില്ല. മുസ്തഫ ഇക്കാര്യത്തിൽ വഖഫ് ഭൂമിയാണ് എന്ന കാര്യത്തിൽ ആ നിലപാടെടുക്കുന്നയാളാണ്, വഖഫ് ഭൂമിയാണ് എന്ന നിലപാടെടുക്കുന്നയാളാണ് സംസാരിച്ചത്. ശരി ജയരാജ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ കുടിയൊഴിപ്പിക്കുന്ന ജനത, ഒരു 600ഓളം കുടുംബങ്ങൾ, നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവിടെ താമസിക്കുന്നുണ്ടെന്നൊക്കെ വളരെ ഈ പുണ്യമായ റംസാൻ മാസത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന കേട്ടോ, വളരെ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പത്തറ്റിക്കലായിട്ട് ഒരു സിറ്റുവേഷൻ പറയാം. ഈ വഖഫ് എന്ന് പറയുന്ന സാധനം റിലീജിയസ് പയസ് പർപ്പസിനും ചാരിറ്റി പർപ്പസിനും യൂസ് ചെയ്യാന്നാണല്ലോ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ചാരിറ്റി ആയിട്ട് വഖഫ് ബോർഡിന് ഇവിടെ താമസിക്കുന്ന ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് അല്ലെ പണം വാങ്ങി കൊടുത്തവർക്ക് ഇത് ചാരിറ്റി എന്നുള്ള ഒരു ആക്ട് എന്നുള്ള രീതിയിൽ ഒരു വിശാല മനസ്കത കാണിച്ചുകൂടാ? അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം വേറൊന്ന്. പിന്നെ രണ്ടാമത്, സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അത് ആരുടെയും കണ്ണിൽ പൊടിയിടാനോ അവരുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കാനോ ഒന്നുമല്ല. അത്രയെങ്കിലും അത് മാത്രമേ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റൂ. ഇന്നത്തെ വിധിന്യായത്തിലും എടുത്തു പറയുന്നത് സർക്കാരിന് തിരിച്ചടി ആയി എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ തിരിച്ചടികളുടെ കാര്യത്തിൽ പറയുന്നത് പബ്ലിക് പ്രൊട്ടസ്റ്റുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയില്ല. 2 വളരെ മെക്കാനിക്കലായിട്ട് ആക്ട് ചെയ്തു. ഈ 2 പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുമാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ചോദിച്ചിട്ടില്ല. അല്ല, ഇതൊരു ട്രിബ്യൂണലിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അത് മാത്രമല്ല, ഇങ്ങനൊരു കമ്മീഷനെ നിയമിച്ച് ഫാക്ട് ഫൈൻഡിങ് എന്നുള്ളതാണല്ലോ, വസ്തുതാപരമായിട്ട് അന്വേഷണം നടത്തുക. അങ്ങനെ ചെയ്തിട്ടും എന്ത് പ്രയോജനം എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. അതൊരു ശുപാർശയായിട്ട് പോലും സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ വന്നാൽ
സംസ്ഥാന സർക്കാരിന് ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നാണ്. അതാണ് മുനമ്പം ജനതയും ആദ്യം ചോദിച്ചത്. ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നുവല്ലോ ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന്. എങ്കിലും അവർ സഹകരിച്ചു വരികയായിരുന്നു. ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഹൈക്കോടതിയിലേക്ക് ഈ ഹർജി പോയ സമയത്ത് തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം തന്നെ ഇപ്പോൾ ചോദിക്കുകയാണ്, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ചോദിക്കുകയാണ്, ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് സംസ്ഥാന സർക്കാരാണല്ലോ എന്ന്. അപ്പോൾ എന്തിനെന്നെ നിയമിച്ചു എന്ന രീതിയിലാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ ചോദ്യം വരുന്നത്. ഫാദർ